പ്രിയപ്പെട്ടവരെ, നിങ്ങളതൊന്ന് കാണണം. മുത്തിനറിഞ്ഞൂടെ നമുക്ക് നിൽക്കാൻ കഴിയില്ലാണ്. നിന്റെ മുത്തില്ലാതെ ജീവിക്കാൻ കഴിയില്ല നമുക്ക് അറിഞ്ഞൂടെ. നിന്റെ കുട്ടീന്റെ മുഖത്തെ മാറിപ്പോയല്ലോ. എന്തിനു വാവേജ് ചെയ്തത്? എന്തിനമ്മ ചെയ്തത്? എന്തിനു സ്വന്തം ചെയ്തത്? ഇപ്പൊ കേസൊക്കെ എടുത്തിട്ടുണ്ട്. കേസെടുക്കുന്ന ഈ രീതിയിലാണ്. ഇതിനി മാറും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ മാറ്റണം. ഇവളൊന്നും സുഖമായിട്ട് ജീവിക്കേണ്ട ആളുകളല്ല. കാരണം അവർക്ക് കുറച്ച് ഇപ്പൊ സമീപകാലമായിട്ട് ഒരുപാട് ആളുമാർ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി. ഇപ്പോഴും ഇതിനകത്തൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവളെ ഇപ്പോഴും ഫോളോ ചെയ്യാൻ കുറേ ആൾക്കാരുണ്ടെന്നുള്ളതാണ്, കുറേ ഞരമ്പ് രോഗികളുണ്ടെന്നുള്ളതാണ്. ഇവൾ ഇത്രയും പതിവ്രതയാണെങ്കിൽ അവളുടെ ഇൻസ്റ്റയിലെ പ്രൊഫൈൽ പിക്ചർ ഒന്ന് എടുത്ത് നോക്കണം കേട്ടോ. ഒരുത്തൻ്റെ താഴെ ആയിട്ടിങ്ങനെ കിടന്ന് മറ്റേ സ്കൈ ഡൈവിംഗ് ഒന്നും ചെയ്യുന്നതിന് നമുക്ക് കുഴപ്പമില്ല. ഇതിനെപ്പറ്റി ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല. കാരണം എന്താ പറയുക, നമുക്കെതിരെ ഒരുപാട് നിയമങ്ങളുണ്ട് ഈ നാട്ടിൽ. ഇവർക്കെതിരെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ഇപ്പോൾ പോലും ഇവൾ പ്രതിയാണ്, നമ്മുടെ മുന്നിൽ സമൂഹത്തിൻ്റെ മുന്നിൽ പ്രതിയാണ്. ഇവളുടെ ഫോട്ടോ കണ്ട് ഇങ്ങനെയാണ് കാണിക്കുന്നത്, കണ്ടില്ലേ? ഇവളുടെ ഒരു ഫോട്ടോ കാണിക്കുന്ന രീതി ഇങ്ങനെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതേ സ്ഥാനത്ത് ഒരാണായിരുന്നു കുറ്റക്കാരനെന്നുണ്ടെങ്കിൽ അവനെ എങ്ങനെയൊക്കെ ഈ സമൂഹത്തിൽ നാണം കെടുത്തിയാനെ. ഇപ്പോൾ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു, അപ്പോൾ അവന് എന്തെങ്കിലും ഒരു മെസ്സേജ് അയച്ചൊരു കൂട്ടുകാരനുണ്ടെങ്കിൽ, ഒരു 5 വർഷം മുന്നേ ഒരു മെസ്സേജ് അയച്ചൊരു കൂട്ടുകാരുണ്ടെങ്കിൽ അവനെ വരെ കൊണ്ടുവന്ന് നാണം കെടുത്തി, അവൻ്റെ വീട്ടുകാരെ നാണം കെടുത്തി, അവൻ്റെ വീടിൻ്റെ അഡ്രസ്സ് വരെ മീഡിയ വഴിയൊക്കെ നാട്ടുകാരെ മൊത്തവും കാണിക്കും. ഇവിടെ കണ്ടില്ലേ, ഇവർക്ക് കുറേ പേരുകൾ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതിജീവിത എന്നൊക്കെ പറഞ്ഞ്. ഇത് ഒരാണ് കുറ്റക്കാരനല്ലാന്ന് ഒരു കോടതി തെളിയിച്ചാൽ പോലും ഇവിടെ അംഗീകരിക്കൂല. അവൻ കുറ്റക്കാരനാണ്, അവനെ ഈ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തണമെന്ന് പറഞ്ഞ് വാദിക്കുന്ന കുറേ ആളുകളാണ് നമ്മുടെ സമൂഹത്തിൽ. അതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ശാപം. മനസ്സിലായില്ലേ? പെണ്ണുങ്ങൾക്ക് വേണ്ടി കുറേ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും മോശമാണെന്നല്ല പറയുന്നത്, പക്ഷെ ഇവളെ പോലെ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി കുറേ. ഇനിയിപ്പോൾ നമ്മുടെ ബസ്സിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരുത്തി വന്ന് നിൽക്കുമ്പോഴത്തേക്കിനും നിനക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ ഉണ്ടോ, എന്തെങ്കിലും ഇങ്ങനത്തെ പരിപാടിയൊക്കെ റീലൊക്കെ ചെയ്യുന്ന ആളാണെന്ന് ചോദിച്ചിട്ട് നമ്മൾ ഇരിക്കേണ്ട ഒരു അവസ്ഥയാണ്. നിങ്ങൾ റീൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർന്ന്, അല്ലെങ്കിൽ എപ്പോഴാണെങ്കിൽ ഫോൺ എടുത്താൽ അതോടുകൂടി തീർന്ന് നമ്മുടെ ജീവിതം ഇല്ലാതാക്കി കളയും. അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഇനിയെങ്കിലും നമ്മൾ പ്രതികരിക്കാതിരുന്നാൽ എനിക്കറിയത്തില്ല ഇതൊക്കെ എങ്ങനെയായി തീരും എന്നുള്ളത് അവസാനം.